എല്ലാവർക്കും പുതിയൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബോട്ട് എന്ന ബ്രാൻഡിൻ്റെ ഒരു സ്മാർട്ട് വാച്ചാണ്. ബോട്ട് വാച്ച് ഫ്ലാഷ് RTL എന്നാണ് ഇതിൻ്റെ മോഡൽ. ഇതിൻ്റെ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് കുറച്ച് എഴുതിയിട്ടുണ്ട്. 1.3 ഫുൾ ടച്ച് LCD ഡിസ്പ്ലേ, സ്ലിം മെറ്റാലിക് ഡിസൈൻ, ക്ലൗഡ് വാച്ച് ഫേസസ്. ഈ 3 ഫീച്ചേഴ്സാണ് ഈ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിൽ മെയിൻ ഫീച്ചേഴ്സായിട്ട് എഴുതിയിട്ടുള്ളത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുള്ള ഫീച്ചേഴ്സ് കോൾ ആൻഡ് ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ വിത്ത് വൈബ്രേഷൻ അലേർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ റിമൈൻഡേഴ്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ ക്യാമറ ആൻഡ് മ്യൂസിക് കൺട്രോൾ, മൾട്ടിപ്പിൾ സ്പോർട്ട് മോഡ്സ്, ബ്ലഡ് ഓക്സിജൻ ആൻഡ് ഹേർട്ട് റേറ്റ് മോണിറ്റർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ വെതർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 5.0 അതിന് മുകളിലുള്ള എല്ലാ ഫോണിലും സപ്പോർട്ടാവും. അതുപോലെ iOS 9.0 വേർഷനിന് ശേഷമുള്ള എല്ലാ ഫോണിലും സപ്പോർട്ടാവുമെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫൈൻഡ് മൈ ഫോൺ ആകുന്ന ആപ്ലിക്കേഷനുണ്ട്, ഫൈൻഡ് മൈ ഫോൺ ഉണ്ട്. പിന്നെ വാട്ടർ റെസിസ്റ്റൻസ് ആണ്. നമുക്ക് എന്തായാലും ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുടെ സ്മാർട്ട് വാച്ച്. എന്തായാലും വാച്ച് ഒന്ന് എടുത്ത് നോക്കാം. ഈ വാച്ച് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാച്ച് ഒന്ന് ജസ്റ്റ് ഓണാക്കി ഇതിൽ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ചാർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീണ്ടും എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഈ വാച്ചിന് മേലെ ഒരു ജസ്റ്റ് ബോട്ടിൻ്റെ ലോഗോ ഉള്ളൊരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ട്. സിലിക്കോൺ ടൈപ്പ് സ്ട്രാപ്പാണ് വരുന്നത്. ഓക്കെ, എന്തായാലും ബോക്സിനകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സിനകത്ത് ഒരു കേബിളുണ്ട്, ചാർജിങ് കേബിള്. പിന്നെ ഒരു ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടിൻ്റെ സ്റ്റിക്കറുണ്ട്. പിന്നെ ഒരു കാർഡുണ്ട്. ഇത് വാറണ്ടി കാർഡാണ്. 1 ഇയർ വാറണ്ടി എഴുതിയിട്ടുണ്ട്. പിന്നെ യൂസർ മാനുവൽ ബുക്കുണ്ട്. പിന്നെ വേറൊരു ബുക്കും കൂടി ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഇതിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് വാച്ചൊന്ന് ഓണാക്കി നോക്കാം. ആദ്യം ഇതിൻ്റെ മേലുള്ള സ്റ്റിക്കറൊന്ന് ആദ്യം എടുക്കണം. ഓക്കെ, ഇത് ഓൾറെഡി ഓണാണ് വാച്ച്. ഞാൻ ഓൾറെഡി ഓണാക്കി. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ല ലൈറ്റ് വെയ്റ്റാണ്. ടച്ചൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട്. ഈ വാച്ച് ഞാൻ ഓൾറെഡി സെയിം വാച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഒന്നും കൂടി ഓഫറിൽ കിട്ടിയപ്പോൾ ഒന്നുകൂടി വാങ്ങിച്ചതാണ്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. 1199 രൂപയ്ക്ക് വാങ്ങിച്ചത്. ഇത് ഓഫറിലാണ് വാങ്ങിച്ചത്. ഇതിന് മുമ്പ് ഞാൻ വാങ്ങിച്ച ഈ വാച്ച് വന്നിട്ട് 2000 രൂപ വരുന്നുണ്ടായിരുന്നു. അത് ജിയോ മാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതെനിക്ക് ഓഫറിൽ കിട്ടിയപ്പോൾ ഒന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ലോണം ചാർജ് നിൽക്കേണ്ട ഈ വാച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. പിന്നെ ഇതിൽ കുറച്ച് വാച്ച് ഫേസസ് കുറേ ഉണ്ട്. പിന്നെ നമുക്കിതിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഓപ്ഷൻ ഇല്ല. അതുപോലെ കൺട്രോളിങ്ങും മ്യൂസിക് കൺട്രോളിങ്, കോൾ കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കോൾ ആരെ വിളിക്കുന്നതെന്ന് നമുക്ക് നോട്ടിഫിക്കേഷനായി വരും. അതുപോലെ മെസ്സേജ് അതൊക്കെ കാണാൻ പറ്റും. വേറെ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലോണം ചാർജ് നിൽക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ വാച്ച്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വാങ്ങിച്ചത്. അതുപോലെ അത് കൈ കെട്ടണമെങ്കിൽ തന്നെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് തന്നെ ഉള്ളൂ. അധികം ഒരുപാട് ഭാരമൊന്നും തോന്നിക്കില്ല. പിന്നെ സെൻസിങ് ഒക്കെ അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. ചില ടൈമിൽ സെൻസിങ് കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് വാച്ച് ഓൺ ആക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.